കേവലം ഒരു നഖം വെട്ടി ഉപയോഗിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്നെ ഏറ്റവും സെക്യൂരിറ്റി നിറഞ്ഞ ജയിലിൽ നിന്ന് ചാടിയ നായകന്റെ കഥയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. 1979 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ പ്രിസൺ ഡ്രാമ ഫിലിമാണ് എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ്. ഈ മൂവി ഒരു റിയൽ ഇൻസിഡന്റിനെ ഇൻസ്പയർഡ് ആക്കി ചെയ്തിട്ടുള്ളതാണ്. അതായത് ജൂൺ 1962 നടന്ന ഒരു ജയിൽ ചാട്ടത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സിനിമ ആരംഭിക്കുന്നത് നായകനായ ഫ്രാങ്ക് മോറിസിലൂടെയാണ്. ഫ്രാങ്ക് മോറിസ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നു. അയാൾ പല ജയിലിലും അകപ്പെട്ടെങ്കിലും അവിടെ നിന്നെല്ലാം അതിസാഹസികമായി രക്ഷപ്പെടുന്നു. അതിനാൽ തന്നെ മോറിസിനെ അമേരിക്കയിലെ ഏറ്റവും സെക്യൂരിറ്റി നിറഞ്ഞ ജയിലിലേക്ക് അയക്കുന്നു. ആ ജയിൽ സ്ഥിതി ചെയ്യുന്നത് അൽക്കട്രാസ് എന്ന് പറയുന്ന ഐലൻഡിലാണ്. ഈ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളെല്ലാം മറ്റു ജയിലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ്. ഈ ജയില് ഒരു ദ്വീപിന് നടുക്കായതുകൊണ്ട് തന്നെ കപ്പൽ മാർഗമേ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മോറിസിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കപ്പലിൽ കയറ്റുന്നു. ഷിപ്പിൽ വെച്ച് മോറിസിന്റെ കയ്യിലും കാലിലും വിലങ്ങുകൾ അണിയിക്കുകയാണ് പോലീസുകാർ. ജയിലിലെത്തിയതിനു ശേഷം മോറിസിനെ ഒരു മേലധികാരിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. മേലധികാരി മോറിസിനോട് തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥൻ മോറിസിനെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അതിനുശേഷം മോറിസിനെ സെല്ലിലേക്ക് അയക്കുന്നു. പിറ്റേന്ന് രാവിലെ ജയിലിലെ ഭക്ഷണശാലയിൽ വെച്ച് നമ്മളൊരു വൃദ്ധനെ പരിചയപ്പെടുന്നു. ലിറ്റ്മസ് എന്നാണ് ആ വൃദ്ധന്റെ പേര്. അയാൾക്ക് ഡെസേർട്ടുകൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. ലിറ്റ്മസിന് ഒരു എലിക്കുഞ്ഞ് പെറ്റായിട്ടുണ്ടായിരുന്നു. തന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് ആ എലിക്കുഞ്ഞിന് ലിറ്റ്മസ് നൽകുന്നു. അതിനുശേഷം സെല്ലിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന മോറിസിന്റെ അടുത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. വാർഡന് മോറിസിനെ കാണണമെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. വാർഡൻ മോറിസിന് ജയിലിനെ പറ്റിയും അതുപോലെ തന്നെ ജയിലിലെ ചട്ടങ്ങളെ പറ്റിയും എല്ലാം വിവരിച്ചു കൊടുക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബാക്കിയുള്ള ജയിലുകൾ പോലെയല്ല അൽക്കാട്രാസ്. ഇവിടെ ഒരു സെല്ലിൽ ഒരു പ്രതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് പ്രിവിലേജുകൾ മാത്രം നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്നെ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള ജയിലാണ് അൽക്കാട്രാസ്. ഇവിടെ നിന്ന് കുറച്ചാളുകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളെയും പിടിച്ചിട്ടുണ്ട്. പിടിക്കാൻ കഴിയാത്തവരെല്ലാം കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ടെന്ന് വാർഡൻ പറയുന്നു. ഇതുവരെ അൽക്കാട്രാസിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. വാർഡന്റെ റൂമിൽ നിന്ന് മടങ്ങുന്നതിനിടയിൽ ഒരു നെയിൽ കട്ടർ മോഷ്ടിക്കുകയാണ് മോറിസ്. പിറ്റേ ദിവസം ഷവർ ചെയ്യുന്നതിനിടയിൽ മോറിസിനെ വൂൾഫ് എന്ന് പേരുള്ള ഒരു കുറ്റവാളി ആക്രമിക്കുന്നു. എന്നാൽ വൂൾഫിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് മോറിസ്. അടുത്ത ദിവസം ജയിൽ ലൈബ്രറിയിൽ വെച്ച് ഇംഗ്ലീഷ് എന്നു പേരുള്ള ഒരു തടവുകാരനെ നമ്മൾ പരിചയപ്പെടുന്നു. അയാളൊരു ആഫ്രിക്കൻ വംശജനാണ്. തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി 2 ബ്രിട്ടീഷ് പൗരന്മാരെ അയാൾ കൊലപ്പെടുത്തി. അതിനെ തുടർന്നാണ് അയാൾ അൽക്കാട്രാസിൽ കഴിയുന്നത്. ഇംഗ്ലീഷുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുകയാണ് മോറിസ്. അടുത്തതായി ഡോഗ് എന്നു പേരുള്ള ഒരു വൃദ്ധനായ ജയിൽ അന്തേവാസിയെ നമ്മൾ പരിചയപ്പെടുന്നു. അയാളൊരു നല്ല ചിത്രകാരനും പൂച്ചെടികൾ വളർത്താൻ താല്പര്യമുള്ള ആളുമായിരുന്നു. അന്ന് വൈകുന്നേരം യാർഡിൽ വെച്ച് മോറിസ് ഇംഗ്ലീഷുമായൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അൽക്കാട്രാസിൽ നിന്നും ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് മോറിസ് ചോദിക്കുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്കൊക്കെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് ഇംഗ്ലീഷ് പറയുന്നു. എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു വഴി തിരയുകയാണ്. എന്നാൽ അത് വളരെ കഠിനമാണെന്നും ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്തു. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആദ്യം സെല്ലിൽ നിന്ന് പുറത്തു കടക്കണം. എന്നാൽ സെല്ലിലെ അഴികൾ ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ വാതിലിലെ കമ്പികൾക്കുള്ളിൽ ഒരു സ്റ്റീൽ ട്യൂബുണ്ട്. ഈ ട്യൂബിനുള്ളിൽ 6 ദൃഢമായ സ്റ്റീൽ ബാറുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഈ ബാറുകൾക്ക് കരുത്തേൽക്കാനായി അധികം സ്റ്റീൽ ഇതിലേക്ക് ഉരുക്കി ഒഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സെൽ വാതിൽ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഐലൻഡിൽ നിന്നും പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ കുറഞ്ഞത് 1 മൈലെങ്കിലും ദൂരം നീന്തിക്കടക്കണം. ഒരു നല്ല നീന്തൽ വിദഗ്ധന് പോലും അത് സാധിക്കുകയില്ല. എന്തെന്ന് വെച്ചാൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥർ ജയിൽ അന്തേവാസികളെ എല്ലാ ദിവസവും 12 തവണ എണ്ണിത്തിട്ടപ്പെടുത്തും. അതിനാൽ തന്നെ ഒരു നീന്തൽ വിദഗ്ധനാണെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള സമയം ലഭിക്കില്ല. ഇതുകൊണ്ടെല്ലാം തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് അസാധ്യമാണെന്ന് ഇംഗ്ലീഷ് പറയുന്നു. പിറ്റേന്ന് ജയിലിനുള്ളിലെ കാർപ്പൻട്രി ഷോപ്പിൽ ജോലിക്കായി മോറിസിനെ നിയമിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അന്ന് വൈകുന്നേരം മോറിസിനെ ഒരു കഠാരയുമായി വൂൾഫ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ജയിലിനുള്ളിൽ വെച്ച് വഴക്കുണ്ടായതിനെ തുടർന്ന് മോറിസിനെയും വൂൾഫിനെയും ഡി ബ്ലോക്കിലേക്ക് മാറ്റുന്നു. അൽക്കാട്രാസിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു സെല്ലായിരുന്നു ഡി ബ്ലോക്ക് സെല്ല്. ഡി ബ്ലോക്കിന്റെ 4 സൈഡും അടച്ചിരുന്നതിനാൽ അങ്ങോട്ടേക്ക് വെളിച്ചം കടക്കുകയില്ല. അതുപോലെ തന്നെ മറ്റ് ജയിൽ അന്തേവാസികളെ കാണാനാകാതെ രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാതെ വേണം കുറ്റവാളികൾ അതിൽ കഴിയാൻ. അക്ഷരാർത്ഥത്തിൽ ഇരുട്ടുമാത്രം. മോറിസിനെ ഒരു ദിവസത്തിന് ശേഷം ഡി ബ്ലോക്കിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ വൂൾഫ് അവിടെ തന്നെ തുടർന്നു. മോറിസ് തന്റെ പുതിയ സെൽമേറ്റായ ചാർലി ബട്ട്സുമായി സൗഹൃദം സ്ഥാപിക്കുന്നു.
കുറ്റവാളികളെ യാർഡിലേക്ക് വിട്ടതിന് ശേഷം ജയിൽ സെല്ലുകൾ പരിശോധിക്കുകയായിരുന്നു വാർഡൻ. പെട്ടെന്ന് ഡോക് വരച്ച ഒരു ചിത്രം വാർഡന്റെ കണ്ണിൽപ്പെട്ടു. ഡോക്കിന്റെ മുറിയിൽ ധാരാളം ചിത്രങ്ങൾ അയാൾ വരച്ചിട്ടുണ്ടായിരുന്നു. ജയിൽ ഗാർഡുകളെ വളരെ ബഹുമാനത്തോടു കൂടിയും എന്നാൽ വാർഡനെ ഒരു ക്രൂരത നിറഞ്ഞ രീതിയിലുമാണ് അയാൾ ചിത്രീകരിച്ചത്. ഇത് കണ്ട വാർഡന് ദേഷ്യം സഹിക്കാനായില്ല. അയാൾ ഡോക്കിന്റെ വരയ്ക്കാനുള്ള പെർമിഷൻ ക്യാൻസൽ ചെയ്തു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ഡോഗ് ഒരു ചെറിയ കോടാലി കൊണ്ട് തന്റെ വിരലുകൾ മുറിക്കുന്നു. ഇത് കണ്ട ഗാർഡുകൾ അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് താൻ വളർത്തിയ ചെടിയിലെ പൂവ് മോറിസിന് നൽകുകയാണ് ഡോഗ്. അൽക്കാട്രസിലേക്ക് ബാങ്ക് കവർച്ച നടത്തിയ 2 സഹോദരങ്ങൾ എത്തുന്നു. ആംഗ്ലിൻ, ജോൺ എന്നായിരുന്നു അവരുടെ പേര്. ഇരുവരുമായി മോറിസ് സൗഹൃദം സ്ഥാപിക്കുന്നു. അടുത്ത ദിവസം ഒരു കാര്യം മോറിസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എയർവെന്റിന് ചുറ്റുമുള്ള ഭിത്തിക്ക് ബലക്കുറവുള്ളതായി മോറിസ് കണ്ടെത്തി. ബട്ടിന്റെയും ആംഗ്ലിൻ ബ്രദേഴ്സിന്റെയും ഒപ്പം ചേർന്ന് എയർവെന്റ് തുരന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു മോറിസ്. എയർവെന്റ് തുരക്കുന്നതിന് വേണ്ടി വാർഡന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച നെയിൽ കട്ടർ ഉപയോഗിക്കുകയാണ് മോറിസ്. പിറ്റേന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്റെ കൂട്ടാളികളോട് പ്ലാൻ വ്യക്തമാക്കുകയാണ് മോറിസ്. എയർവെന്റിലേക്ക് കടലിൽ നിന്നുള്ള നനഞ്ഞ കാറ്റടിക്കുന്നത് കൊണ്ട് കോൺക്രീറ്റ് മുഴുവൻ കേടായിരിക്കുന്നു. കാറ്റിലെ ഉപ്പുരസം കമ്പികളിൽ തുരുമ്പുണ്ടാക്കി. അതിനാൽ തന്നെ അവിടെ ഒരു വലിയ തുരങ്കമുണ്ടാക്കാൻ സാധിക്കുമെന്ന് മോറിസ് പറയുന്നു. മുമ്പേ തന്നെ ഒരു അക്കോർഡിയൻ ജയിൽ ഉദ്യോഗസ്ഥരോട് മോറിസ് ആവശ്യപ്പെട്ടിരുന്നു. ആ അക്കോർഡിയൻ ഉപയോഗിച്ച് പുറത്തുനിന്ന് കാണാത്ത രീതിയിൽ ആ തുരങ്കം മറയ്ക്കാൻ സാധിക്കും. തുരങ്കമുണ്ടാക്കിയതിന് ശേഷം രാത്രിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ മോറിസ് പദ്ധതിയിട്ടു. അതിനായി ഓരോരുത്തരെയും ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു മോറിസ്. പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുന്നതിനായി കൃത്രിമമായി മനുഷ്യരുടെ തലകൾ ഉണ്ടാക്കണമെന്ന് മോറിസ് പറയുന്നു. അതിനായി കയ്യിൽ കിട്ടുന്ന പേപ്പർ, പ്ലാസ്റ്റേഴ്സ് അതെല്ലാം ശേഖരിക്കാൻ കൂട്ടാളികളോട് മോറിസ് ആവശ്യപ്പെടുന്നു. ആംഗ്ലിൻ ബ്രദേഴ്സിൽ ഒരാൾ ബാർബർ ഷോപ്പിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളോട് കുറച്ചധികം മുടികൾ കളക്ട് ചെയ്യാൻ മോറിസ് ആവശ്യപ്പെടുന്നു. കൃത്രിമമായി ഉണ്ടാക്കിയ തലകളിൽ ഫിറ്റ് ചെയ്യാനായിരുന്നു അത്. രണ്ടാമത്തെ സഹോദരൻ തുണിക്കടയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം തുണികളും അതുപോലെ തന്നെ റെയിൻകോട്ടും മോഷ്ടിക്കാൻ മോറിസ് ആവശ്യപ്പെടുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഒരു വള്ളം ഉണ്ടാക്കി അതിൽ കൂടെ കടൽ കടക്കാനായിരുന്നു മോറിസിന്റെ പദ്ധതി. അടുത്ത ദിവസം തന്നെ അവർ തുരങ്കമുണ്ടാക്കാൻ ആരംഭിച്ചു. നെയിൽ കട്ടർ ഉപയോഗിച്ച് തുരക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അവർ നേരിട്ടു. അതിനാൽ തന്നെ തുരക്കുന്നതിന് വേണ്ടി ജയിലിലെ ഭക്ഷണശാലയിൽ നിന്ന് ഒരു സ്പൂൺ മോഷ്ടിക്കുകയാണ് മോറിസ്. നെയിൽ കട്ടറും സ്പൂണും കൂട്ടിച്ചേർത്ത് പുതിയൊരു ആയുധം തന്നെ മോറിസ് ഉണ്ടാക്കി. മോറിസ് തുരക്കുന്ന സമയത്ത് ബട്ടായിരുന്നു ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ബട്ട് തുരക്കുന്ന സമയത്ത് മോറിസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ആംഗ്ലിൻ ബ്രദേഴ്സും തുരങ്കങ്ങളുണ്ടാക്കി. കുറച്ചു മാസങ്ങൾ കൊണ്ടവർ തുരങ്കം പൂർത്തിയാക്കി. അതുപോലെ തന്നെ കൃത്രിമമായുള്ള തലകളും നിർമ്മിച്ചു. അവർ തുരങ്കം മറയ്ക്കുന്നതിനായി പേപ്പറും പ്ലാസ്റ്ററും ഉപയോഗിച്ച് പുതിയൊരു വ്യാജ ഭിത്തി തന്നെ അവർ ഉണ്ടാക്കിയെടുത്തു. വ്യാജ തലകൾ കൊണ്ട് രാത്രികാലങ്ങളിൽ മോറിസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രികാലങ്ങളിൽ തുരങ്കത്തിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാനുള്ള പാത ഉണ്ടാക്കുകയായിരുന്നു മോറിസ്. രാത്രികാലങ്ങളിൽ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു മോറിസ്. ജയിൽ വെന്റിലേഷനിലെ കമ്പികൾ മുറിക്കുന്നതിനായി ജയിൽ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ടായിരുന്ന ഒരു ഫാൻ ഒരു ആർട്ടിഫിഷ്യൽ ഡ്രില്ലിംഗ് മെഷീനാക്കി മാറ്റുന്നുണ്ട് മോറിസ്. അതുപയോഗിച്ച് സാവധാനം ആ കമ്പികൾ അറുത്തുമാറ്റുന്നു. പിറ്റേന്ന് ഭക്ഷണശാലയിൽ ടേബിളിൽ ഡോക്ക് കൊടുത്ത പൂവും വെച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു മോറിസ്. എന്നാൽ ടേബിളിൽ വെച്ചിരിക്കുന്ന പൂവ് വാർഡന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേഷ്യത്താൽ വാർഡൻ ആ പൂവ് നശിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ടു നിന്ന ലിറ്റ്മസിന് അത് സഹിക്കാൻ പറ്റിയില്ല. അയാൾ വാർഡനോട് തട്ടിക്കേറുന്നു. ഉടൻ തന്നെ അയാൾ അസ്വസ്ഥനായി കുഴഞ്ഞു വീഴുന്നു. ഈ സംഭവത്തോടെ വാർഡൻ മോറിസിന്റെ സെല്ല് മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു. അതിനാൽ തന്നെ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ മോറിസ് തീരുമാനിക്കുന്നു. തന്റെ സുഹൃത്തായ ഇംഗ്ലീഷിനോട് യാത്ര പറയുന്നു മോറിസ്. ഉടൻ തന്നെ മോറിസിന്റെ സെല്ല് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ എത്തുന്നു. സെല്ലിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതിസൂക്ഷ്മമായി അവർ പരിശോധിക്കുന്നു. ലോഹങ്ങളുടെ സാധ്യത അറിയാൻ അവർ മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. അന്ന് വൈകുന്നേരം യാർഡിൽ വെച്ച് വീണ്ടും മോറിസിനെ ആക്രമിക്കാൻ വൂൾഫ് പദ്ധതിയിടുന്നു. എന്നാൽ ഇത്തവണ ഇംഗ്ലീഷ് വൂൾഫിനെ വിലക്കി. ഇംഗ്ലീഷ് തൻ്റെ കൂട്ടാളികളോടൊപ്പം ചേർന്ന് വൂൾഫിനെ ഭയപ്പെടുത്തി. പിറ്റേ ദിവസം രാത്രി അവിടെ നിന്ന് രക്ഷപ്പെടാൻ മോറിസ് പദ്ധതിയിടുന്നു. എന്നാൽ ഭയം കാരണം ബട്ട് അവരെ പിന്തുടരുന്നില്ല. ബട്ടിനെ ഒഴിവാക്കി അവർ 3 പേരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു.
കൃത്രിമമായി ഉണ്ടാക്കിയ തലകൾ കിടക്കയിൽ വെച്ച ശേഷം അവർ തുരങ്കത്തിലൂടെ മുകളിലേക്ക് നീങ്ങുന്നു. അപ്പോഴേക്കും ആംഗ്ലിൻ ബ്രദേഴ്സ് ചെങ്ങാടം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതുമായി അവർ റൂഫും യാർഡും കടന്ന് കടൽ തീരത്തേക്ക് എത്തുന്നു. ഇതേ സമയം മനസ്സുമാറിയ ബട്ടിന് അവരുടെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. അതിനാൽ തന്നെ ബട്ട് തിരിച്ച് സെല്ലിലേക്ക് വന്നു. കടൽ തീരത്തെത്തിയ അവർ റെയിൻകോട്ടും കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ കാറ്റ് നിറയ്ക്കാൻ തുടങ്ങുന്നു. കാറ്റ് നിറച്ച ചെങ്ങാടം കാലുകൾ കൊണ്ട് തള്ളി അവർ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ മോറിസിനെ എഴുന്നേൽപ്പിക്കാൻ ജയിൽ സെല്ലിലേക്ക് ചെല്ലുന്നു. മോറിസിന്റെ കിടക്കയിൽ നിന്ന് കൃത്രിമമായ തല അവർ കണ്ടെത്തുന്നു. കടൽ തീരത്ത് നിന്ന് റെയിൻകോട്ടിന്റെ ചില അവശിഷ്ടങ്ങൾ വാർഡന് ലഭിക്കുന്നു. കുറച്ചു മാറി ഡോക്കിന്റെ കയ്യിലുണ്ടായിരുന്ന പൂവ് വാർഡന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള മൂവിയാണിത്. ഇതുപോലുള്ള അടിപൊളി സിനിമകൾ ഇനിയും നമ്മൾ ഉള്ളടക്കത്തിലൂടെ പരിചയപ്പെടും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെപ്പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി ഏത് സിനിമയെപ്പറ്റി നിങ്ങൾക്കറിയണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.